بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا أما بعد أعوذ بالله من الشيطان الرجيم أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഖുതുബ ഓതിയത് ഡോക്ടർ മാഹിറുൽ മുഅഖിലിയാണ്. അവർ ചർച്ച ചെയ്തതായ വിഷയം പരലോകത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഭയാനകമായ പ്രയാസമുള്ള മഹ്ശറിലുണ്ടാകുന്ന പല പല ഘട്ടങ്ങളിൽ നിന്ന് അൽ മീസാനി എന്ന വിഷയത്തെ കുറിച്ചായിരുന്നു. അത് മഹ്ശറിലുണ്ടാവാൻ പോകുന്ന ഒരു മഹാരംഗമാണ്. നാം ചെയ്യുന്ന അമലുകളെ തൂക്കുന്നതായൊരു മീസാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹ്ശറിൽ അള്ളാഹു നമുക്ക് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മീസാൻ അത് ഇലാഹി മീസാനാണ്, വളരെ കൃത്യമാണ്. അതിൽ ചെറുതും വലുതുമായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ക്ലിപ്തമായി, കൃത്യമായി, കുറവില്ലാതെ കൂടാതെ നീതിയോടുകൂടിയുള്ള വിധി പ്രഖ്യാപിക്കുന്ന ദിവസത്തിലേക്ക് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചതായ ഒരു അത്ഭുത സാധനമാണ് അള്ളാഹുവിന്റെ മീസാൻ. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വിശ്വസിക്കുക എന്നല്ലാതെ എങ്ങനെയുള്ളതാണ് മീസാൻ, എന്താണ് മീസാൻ, ഇവിടെയുള്ളതായ കമ്പ്യൂട്ടർ പോലെയൊന്നുമല്ല. അള്ളാഹുവിന്റെ മീസാൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾ ചെയ്തതായ സർവ്വ അമലുകളെ കൃത്യമായിട്ട് നാം ചിന്തിച്ചതുപോലും കുറിക്കപ്പെട്ടതായ ഒന്നാണ് മീസാൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ അമലുകളുടെ തോതനുസരിച്ചിട്ട് നമുക്കവിടെ പ്രതിഫലം ലഭിക്കാനും നൽകാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ നേരെ വിപരീതം ശിക്ഷ നേടാനും നൽകാനും വേണ്ടി അള്ളാഹു ആയനത്തിൽപ്പെടുത്താതിരിക്കട്ടെ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മീസാൻ അനുസരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ തീരുമാനം വരിക. മീസാൻ അഥവാ അള്ളാഹുവിന്റെ ഇലാഹി മീസാൻ പരലോകത്തിലുള്ളത് ഫമൻ സഖലത്ത്, അത് വൈറ്റുള്ളതായി മാറിക്കഴിഞ്ഞാൽ, അഥവാ അള്ളാഹുവിന്റെ മീസാന് വൈറ്റുള്ളതാവൽ എപ്പോഴാണ്? അത് നാം ചെയ്യുന്ന അമലുകളിലൂടെയാണ്. നാം ചെയ്യുന്ന അമലുകളെല്ലാം ഒരുപോലെയല്ല. ഓരോ അമലുകൾക്ക് പ്രത്യേക പ്രത്യേക തൂക്കമുണ്ട്. അള്ളാഹു നിർണയിച്ച തൂക്കമാണ്. ആ തൂക്കത്തിനെ കുറിച്ച് ഇലാഹി തൂക്കമാണ്, കൃത്യമാണ്, അത്ഭുതമാണ്, നമുക്ക് കോലപ്പെടുത്താൻ സാധിക്കാത്തതാണ്. നാം അതിൽ അങ്ങനെ വിശ്വസിക്കുകയാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, ഒരു ദർറയുടെ അണുവിന്റെ അത്രയാണ് നാം അമൽ ചെയ്തതെങ്കിൽ, ഖൈറാണെങ്കിൽ യറ, അത് അവൻ കാണുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അണുവിന്റെ അത്ര ഷർറാണ് ചെയ്തതെങ്കിൽ അതും അവിടെ കാണുകയും ചെയ്യും. അതെ, അങ്ങനെയുള്ള മീസാനിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇന്ന് മക്ക ഇമാം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നതായ ആയത്തുകൾ, പിന്നെ ഹദീസുകൾ എല്ലാം ഓതിയും കൊണ്ടായിരുന്നു ഈ വിഷയം മക്ക ഇമാം ചർച്ച ചെയ്തിരുന്നത്. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ഇബാദത്തുകളെ, അമാലുകളെ, നല്ലതാണെങ്കിൽ നല്ലത്, വിപരീതമാണെങ്കിൽ അങ്ങനെ, അത് തൂക്കം ചെയ്യപ്പെട്ടതിന്റെ ശേഷം അവിടെ ഓരോരുത്തരെ കുറിച്ചും പ്രഖ്യാപനം വരുമെന്നാണ്. ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയതായ എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ അവിടെ നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ കുറിച്ചും പ്രഖ്യാപനം വരുന്നതാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ദുനിയാവിലുള്ളതായ ആ റിസൾട്ടൊക്കെ നമുക്ക് അറിയാവുന്നതായ ഒരു ഉദാഹരണമാണ്. പക്ഷേ പരലോകത്തിൽ സംഭവിക്കുന്ന സംഭവം അതുപോലെയല്ല. അത് ഒരു ഭയാനകമായ രംഗവും രൂപവും തന്നെയാണ്. ആ സന്ദർഭത്തിൽ ഓരോരുത്തരും എന്തായിരിക്കും സംഭവിക്കുന്നത്, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തായിരിക്കും ഞാൻ നേരിടേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ച് അവ്യക്തമായ രൂപത്തിൽ, അവർക്ക് അറിയാൻ പറ്റാത്ത രൂപത്തിൽ എല്ലാവരും ജിജ്ഞാസയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രംഗമാണ് അള്ളാഹുവിന്റെ മീസാൻ. ആ അള്ളാഹുവിന്റെ മീസാനിൽ
തൂക്കപ്പെട്ടതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരികയാണ്, ഓരോ മനുഷ്യന്റെ പേരെടുത്തുകൊണ്ട് യുനാദ വിളിക്കപ്പെടുന്നതാണ്. സഇദ ഫുലാനും സആദതൻ, ഇന്ന വ്യക്തി, അഡ്രസ്, അവന്റെ പേര്, അവന്റെ നാട്, അവനെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന രൂപത്തിൽ അവന്റെ പേര് വിളിച്ചുകൊണ്ട് പറയപ്പെടുന്നതാണ്. ഇന്ന വ്യക്തി വിജയിച്ചു കഴിഞ്ഞു, ഇനി അദ്ദേഹം ലാ യഷ്ഖാ ബഅദഹാ അബദ, ഇനി ഒരിക്കലും അവൻ പരാജയപ്പെടുന്നതല്ല, മഹാവിജയമാണ് ഇന്ന് അവൻ വിജയിച്ചത് എന്ന് പറയപ്പെടുന്നതാണ്. നേരെ മറിച്ചും മീസാനിൽ തൂക്കപ്പെട്ടതിന്റെ ശേഷം അവന്റെ അമല്, അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് വേണ്ടി ദുനിയാവിൽ വെച്ചിട്ട് ചെയ്തതായ അമല് അവന്റെ മീസാനിൽ തൂക്കമില്ലാത്ത രൂപത്തിലാവുകയും അവന് നഷ്ടം നേരിടേണ്ടി വരികയും ചെയ്തവനാണെങ്കിൽ ശഖിയ ഫുലാനുൻ ശഖാവതൻ ലാ യസ്അദു ബഅദഹാ അബദ, ഇന്ന വ്യക്തി പരാജയപ്പെട്ടു, പേരെടുത്തുകൊണ്ട് പറയപ്പെടുന്നതാണ്. ഇന്ന വ്യക്തി പരാജയപ്പെട്ടു, ഇവിടെ കങ്കേമനായിരിക്കും, ഇവിടെ കൊള്ളുന്നവനായിരിക്കും, ഇവിടെ പ്രശസ്തനായിരിക്കും, ഒരു പക്ഷേ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നാലും അവിടെ വെച്ച് ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന, കോടാന കോടി മലക്കൾ ഒരുമിച്ച് കൂടുന്ന, നബിമാരും മുർസലുകളും ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിൽ വെച്ചിട്ട് പറയപ്പെടുന്നതാണ്, ഇന്ന വ്യക്തി പരാജയപ്പെട്ട് കഴിഞ്ഞു, ഇനി അദ്ദേഹത്തിന് വിജയമില്ലേ ഇല്ല എന്ന്. അങ്ങനെയുള്ള ഒരു മഹാരംഗത്തെ കുറിച്ചായിരുന്നു ഇന്ന് മക്ക ഇമാമ് മീസാനി എന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാണ് ആ രംഗത്തിൽ, ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് ഉമ്മത്തുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനുള്ളതായ ചാൻസ് നൽകി എന്നത്. അതെ, നാം എല്ലാവരും അഥവാ മുസ്ലിങ്ങൾ എന്നിട്ട് നല്ലൊരു വിഭാഗം അവിടെ വെച്ച് നബിമാരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട്, ഇവിടെ ഞങ്ങൾ തൂക്കത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അമൽ സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങളെ സഹായിക്കുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണം, രക്ഷപ്പെടുത്താൻ വേണ്ടി വല്ല മാധ്യമങ്ങൾ കൈക്കൊള്ളണം, ആരെയെങ്കിലും ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി അന്വേഷിക്കണം എന്ന് തീരുമാനിച്ച് മഹാനായ മഹാത്മാക്കളായ നബിമാരുടെ അടുക്കലേക്ക് നാം ചെല്ലുന്നതും, അവസാനമായിട്ട് നമ്മുടെ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷണം അല്ലെങ്കിൽ ആ ആവശ്യം സ്വീകരിക്കുന്നതും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ താഴെ സുജൂദായി വീഴുന്നതും, അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നതുമാണ് എന്ന ആ വിശാലമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായ ഹദീസുകൾ, ഏത് ഷഫാഅത്തിനെ കുറിച്ചുള്ള ഹദീസുകൾ സ്മരിക്കപ്പെടുകയും ചെയ്ത് ഈ സന്ദർഭത്തിൽ അത് സ്മരണീയമാണ്. അത് നീട്ടിപ്പറയാൻ നമുക്ക് സമയമില്ല. ആ സന്ദർഭത്തിൽ മീസാനിന്റെ ഷിദ്ദത്ത്, അവിടെ ഉണ്ടാകുന്ന മീസാനിന്റെ ഷിദ്ദത്ത്, മീസാനിലൂടെ വരുന്നതായ, മീസാനിൽ കൂടി തൂക്കപ്പെട്ടതിന്റെ ശേഷം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതായ ആ കഷ്ടതയിൽ നിന്നിട്ട് മോചിക്കാൻ, രക്ഷപ്പെടാനുള്ളതായ മാർഗമായിട്ട് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകുന്നതായ പ്രത്യേകതയാണ്. അവര് ദോഷികൾക്ക് വേണ്ടി, പാവികൾക്ക് വേണ്ടി അവര് ശഫാഅത്ത് ചെയ്യാൻ മുന്നോട്ട് വരുമെന്നത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിൽ ഉൾക്കൊള്ളാൻ അർഹപ്പെട്ടവരായി മാറുക ആരാണ്? അൽ മുവഹിദൂന അൽ മുഖ്ലിസൂൻ, ആത്മാർത്ഥമായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച, അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച, ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ച, ആരുടെയും റിയാവോ ലോകമാന്യമോ കാംക്ഷിക്കാതെ ജീവിച്ചതായ ആൾക്കാരാണ് അവിടെ വിജയിക്കുക. മുവഹിദൂൻ, അൽ മുവഹിദൂൻ, അള്ളാഹുവിനെ ഏകനാക്കിയവർ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവർ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവർ, അള്ളാഹുവിൽ നിന്നിട്ട് പ്രതീക്ഷിച്ചവർ എന്തിനെ? ആ പ്രതിഫലത്തെ. അങ്ങനെ ഇഖ്ലാസോടുകൂടി തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവനം ചെയ്തവർക്ക് മാത്രമാണ് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുക. ആ നിബന്ധനയില്ലാത്ത ഏത് അമലുകളും ഏത് പ്രവർത്തനങ്ങളും ആര് ചെയ്താലും അവിടെ പ്രയോജനമില്ല, അവർക്ക് ശഫാഅത്ത് ലഭിക്കുന്നതുമല്ല നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ. അതെ, അതിനുശേഷം മക്ക ഇമാമ് തുടരുകയുണ്ടായി. മീസാന്, അള്ളാഹുവിന്റെ അടുക്കലുള്ള മീസാന്, ആ തുലാസ് തൂക്കം വർദ്ധിക്കാൻ ധാരാളം അമലുകൾ നമുക്ക് തൗഹീദ് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നാം സാധാരണ ചെയ്യാറുള്ള അമലുകളിൽ മീസാനിൽ തൂക്കമുണ്ടാകുന്ന, അള്ളാഹുവിന്റെ മീസാനിൽ തൂക്കം വർദ്ധിക്കുന്നതായ അമലുകൾ പെട്ടതാണ് അൽ ഖുലുഖുൽ ഹസൻ, സൽസ്വഭാവം. അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ജനങ്ങളുമായിട്ട് സമീപിക്കുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ, ഒരു മുസ്ലിമത്ത് മറ്റൊരു മുസ്ലിമത്തിന്റെ മുഖം കാണുന്ന സന്ദർഭത്തിൽ പുഞ്ചിരി തൂങ്ങുക, അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക, അവരോട് കനിവോടുകൂടി പെരുമാറുക, അവരോട് മാർദ്ദവത്തോടുകൂടി നല്ല പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലല്ലാതെ പെരുമാറുക. അതാണ് ഹുസ്നുൽ ഖുലുഖിന്റെ ഒരു ഭാഗം. അങ്ങനെയുള്ള സൽ സ്വഭാവമുള്ളവർക്ക് മീസാനിൽ തൂക്കമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭാഗം മക്ക ഇമാമ്
ഉണർത്തുകയുണ്ടായി. അപ്രകാരം തന്നെ അൽ ഇസ്തിഖാമത്തു ഫിദ്ദീൻ, ദീനിൽ ഇസ്തിഖാമത്ത് നമ്മളിൽ ഉണ്ടാവുക. അഥവാ ഒരാള് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ നാഥൻ അള്ളാഹുവാണെന്ന് പ്രഖ്യാപിച്ച വിഭാഗം തുമ്മസ്തഖാമു, ആ വാക്കിനെ ആധാരമാക്കി ആ വാക്കിനെ സ്ത്രീകരിക്കുന്ന, ആ വാക്കനുസരിച്ച് നമ്മുടെ ജീവിതമാക്കി മാറ്റുന്ന, അതിന്റെ പേരാണ് ഇസ്തിഖാമത്ത്. അതിൽ പലരും പരാജയപ്പെടാറുണ്ട്. അതിലാണ് ബഹുഭൂരിപക്ഷം പേരും പരാജയപ്പെടുന്നത്, ഇസ്തിഖാമത്ത് എന്ന കാര്യത്തിൽ. അതെ, പലരും ഞാൻ മൂമിനാണെന്ന് പറയുന്നു, പക്ഷേ ചിലപ്പോൾ കാനേഷ്മാര് മുസ്ലിം ആയിരിക്കാം, അല്ലെങ്കിൽ ജനറൽ സർട്ടിഫിക്കറ്റ് മുസ്ലിം ആയിരിക്കാം, പേരിൽ മാത്രം മുസ്ലിം ആയിരിക്കാം, നാമധാരിയായിരിക്കാം, ഇസ്ലാമുമായി ഒരു ബന്ധമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതല്ല ഇസ്തിഖാമ. കൽപ്പിക്കപ്പെട്ടതനുസരിച്ചിട്ട് കൃകൃത്യമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ജീവിക്കുക, അതിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവുക, ചൊവ്വായ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുക, അതനുസരിച്ച് പ്രവർത്തനം കെട്ടിപ്പടുത്തുകയും ചെയ്യുക. അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. വളരെ വിശാലമായ, വളരെ കട്ടികൂടിയതായ ബാധ്യതയാണ്. ചില ഹദീസുകളിൽ കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അല്പമൊടികൾ നരക്കാൻ കാരണം തന്നെ വസ്തഖിം കമാ ഉമിർത എന്നതായ ആയത്തിനെ പോലത്തതായ ആയത്തുകളായിരുന്നു എന്നതാണ്. അത്രയും ശക്തിയായ ശൈലിയിൽ അല്ലാഹു ഖുർആനിലൂടെ സംസാരിച്ച ഭാഗമാണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ മീസാന്, തൂക്കം വർദ്ധിക്കാനുള്ളതായ അമലുകളിൽ പെട്ടതാണ് തഫ്രീജുൽ ഖുർബ, പ്രയാസമുള്ളവരുടെ പ്രയാസത്തെ ദൂരപ്പെടുത്താൻ വേണ്ടി പാടുപെടുക. മൻ ഫറജ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ ഫറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബാതി യൗമിൽ ഖിയാമ. ഒരു മനുഷ്യൻ ഭൂമിയിൽ വെച്ചിട്ട് ഒരു സത്യവിശ്വാസിയുടെ പ്രയാസത്തെ ദൂരപ്പെടുത്തിയാൽ പരലോകത്തിൽ ഇങ്ങനെയുള്ള ഘട്ടം വരുമ്പോൾ മീസാനിൽ തുലാസിൽ തൂക്കം വർദ്ധിക്കുന്നില്ല, അവൻ പരാജയപ്പെട്ടവെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളതായ രംഗം വരുന്ന സന്ദർഭത്തിൽ അവിടെ രക്ഷപ്പെടാനുള്ളതായ മാർഗം എന്താണ്? നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ഇവിടെ പരോപകാരം ചെയ്യുക. തൗഹീദുള്ളതോടുകൂടി പരോപകാരം ചെയ്താൽ, നാം മുമ്പ് തന്നെ പറഞ്ഞു, ഈ മീസാനിൽ തൂക്കം ശരിയായില്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ശഫാഅത്ത് കിട്ടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശഫാഅത്തിന്റെ അധികാരം നൽകുന്ന സന്ദർഭത്തിൽ ആ ശഫാഅത്തിന് അർഹപ്പെടാനുള്ളതായ ആൾക്കാർ ആരാണ്? ഒന്നാമത്തെ നിബന്ധന, അവർ മുവഹ്ഹിദീങ്ങളായിരിക്കണം, അവർ തൗഹീദുള്ളവരായിരിക്കണം, അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, അള്ളാഹുവിന് മാത്രം നേർച്ചയാക്കിയ, അള്ളാഹുവിന് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച യഥാർത്ഥ അഹ്ലുസ്സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ടവരായി മാറണം. അങ്ങനെയുള്ള വ്യക്തിയായി കഴിഞ്ഞാൽ പിന്നെയാണ് നാം പറയുന്നതായ ബാക്കിയുള്ളതായ അമാലുകൾ, അത് ആ അമാലുകൾ അനുസരിച്ചിട്ട് നമ്മുടെ തൂക്കം ഈ മീസാനിൽ വർദ്ധിക്കുകയും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുകയും നമുക്ക് അതിലൂടെ സ്വർഗം നേടാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. അതിൽപ്പെട്ടതാണ് സത്യവിശ്വാസികളുടെ മുഅ്മിനിന്റെ പ്രയാസത്തെ ദൂരപ്പെടുത്തുക. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബാതി യൗമിൽ ഖിയാമ. അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം ഒരു പ്രയാസമല്ല, പരലോകത്തിലുള്ള ധാരാളം പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരപ്പെടുത്തുന്നതാണ്. അതെ, അപ്പോൾ മീസാനിൽ തൂക്കം വർദ്ധിക്കുന്നതായ അമലുകളിൽ പെട്ടതാണ് നല്ല വചനങ്ങൾ, അൽ കലിമത്തു തയ്യിബ. അതുപോലെ തന്നെ ദേഷ്യത്തെ അടക്കി വെക്കുക. വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ പലതും പലർക്കും ചെയ്യാൻ സാധിക്കും, പക്ഷേ അവിടെ കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനാവുക എന്ന തത്വം മുമ്പിൽ വെച്ചുകൊണ്ട് അവന്റെ കയ്യോ അവന്റെ നാവോ ഉപയോഗപ്പെടുത്തേണ്ടതല്ല. ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അതിനെ അടക്കി വെക്കാനുള്ള പരിശ്രമിക്കുക. അതാണ് സത്യവിശ്വാസിയുടെ സ്വഭാവം, അതാണ് മുഹ്സിനീങ്ങളുടെ സ്വഭാവം എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള ആ ഖൽമുൽ ഗൈള് എന്നതായ ആ പ്രത്യേകത നമ്മളിൽ ഉണ്ടാവണം. അത് അഫുവിലൂടെയാണ് വരിക. അൽ അഫു എന്ന് പറഞ്ഞാൽ മാഫി ചെയ്യുക എന്നതാണ്. നാം ഒരാളിൽ നിന്നിട്ട് വല്ല തെറ്റ് വന്നു പോയാൽ, വല്ല വീഴ്ച വന്നു പോയാൽ അദ്ദേഹത്തിന് മാഫി ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഇഹ്സാൻ വർദ്ധിപ്പിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ബിർറുൽ വാലിദീൻ, അത് വളരെ മുഖ്യമാണ്. മാതാപിതാക്കൾക്കുള്ള നന്മകൾ വർദ്ധിപ്പിക്കുക. മാതാപിതാക്കൾക്ക് നന്മകൾ പലരും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ചെയ്യുക എന്നുള്ളതല്ല, അത് വർദ്ധിച്ചു കിട്ടാൻ എത്ര കണ്ടവരുമായി അവരോട് കൂടി ഇടകലർന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ സാധിക്കുന്നു, അത്ര കണ്ടത് ചെയ്യാൻ വേണ്ടി മനക്കെടുക, പാടുപെടുക. അതാണ് ബിർറുൽ വാലിദീൻ കൊണ്ട് ഉദ്ദേശം. അതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്പം മുമ്പ് നാം പറഞ്ഞതായ ഹുസ്നുൽ ഖുൽഖ് നമുക്ക് സഹായിക്കുമെന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗം മക്ക ഇമാമ ഉണർത്തി. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറയുന്നു
സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഷൈഉൻ അസ്ഖല ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ, പരലോകത്തിൽ ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിനിന്റെ മീസാനിലുള്ള തൂക്കം വർദ്ധിക്കാൻ ഏറ്റവും ഉപയോഗപ്രദമായ ഭാഗം നാം നേരത്തെ പറഞ്ഞ മിൻ ഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവത്തേക്കാൾ തൂക്കമുള്ള അമലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ റസൂൽ പറയുന്നു അത്വഹൂറു, നാം ശുദ്ധീകരിക്കുക എന്നത് ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന അല്ലാഹുവിനെ സ്തുതികീർത്തനം നൽകുക എന്നത് തംലഉൽ മീസാൻ, മീസാനിനെ നിറക്കാൻ പറ്റുന്നതായ ഭാഗമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിലുള്ള ഭാഗങ്ങൾ നിറക്കാൻ മാത്രം പറ്റുന്ന പദങ്ങളാണ് കലിമത്തു തയ്യിബത്തിൽ പെട്ടതാണ് എന്ത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്നതായ ആ തസ്ബീഹുകൾ, ആ തഹ്ലീലുകൾ. അതെ, ഇതെല്ലാം നമ്മുടെ പ്രവർത്തനത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് പരലോകത്തിൽ തുലാസിൽ തൂക്കം വർദ്ധിക്കാൻ സഹായകമാകും എന്നതാണ് മക്ക ഇമാം പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ പാപങ്ങൾ കഴിവിന്റെ പരമാവധി നാം കുറക്കുക. ഏത് പാപത്തിലൂടെയാണ് നമ്മുടെ മീസാനുള്ളതായ തൂക്കത്തിന് തടസ്സമായി മാറുന്നത് എന്നത് നമുക്കറിയാൻ സാധിക്കുകയില്ല. കാരണം ഏത് പാപം അല്ലാഹു പൊറുക്കും, ഏത് അല്ലാഹു പൊറുക്കുകയില്ല, ഇത് നമുക്കറിയാൻ പറ്റുന്ന ഭാഗമല്ല. അതേ അല്ലാഹു ഗഫാറാണ്, അല്ലാഹു ഗഫൂറാണ്. അതൊക്കെ അല്ലാഹു നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എന്റെ അടിമകളോട് നിങ്ങൾ മഹാവാർത്ത പറഞ്ഞു കൊടുക്കുക. അതെന്താണ്? ഞാൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന ആളാണ് വാർത്ത. അതേ സമയത്ത് അല്ലാഹു കൂട്ടിച്ചേർത്തു, ഉടനെ തന്നെ പറഞ്ഞു എന്റെ ശിക്ഷ അത് കഠിന കഠോരമാണ്, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്തതായ ശിക്ഷയാണ്. അത് രണ്ടും കൂടി യോജിപ്പിച്ച് മനസ്സിലാക്കി ബാലൻസ് ശരിയാക്കിയിട്ടാണ് ആ ആയത്തിനെ പഠിക്കേണ്ടതും ഓതേണ്ടതും. അതെ, അതുകൊണ്ട് തന്നെ പരലോകത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സയ്യിആത്തുകൾ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി നാം ഇവിടെ നിന്ന് ദുനിയാവിൽ നിന്നിട്ട് പാടുപെടുക എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് ദോഷങ്ങൾ ധാരാളമുണ്ട്. അതിൽ മുസ്ലിങ്ങളുടെ അഭിമാനത്തെ പിച്ച് ചീന്തുക എന്നത്, അവരെ ഗീബത്ത് പറയുക, അവരെ നമീമത്ത് പറയുക, അല്ലെങ്കിൽ അവരുടെ കുറ്റവും കുറവ് പറഞ്ഞു നടക്കുക, അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തുക, അവരെ കുറിച്ച് മറ്റുള്ളവരോട് അവരുടെ കുറവുകളും കുറ്റങ്ങളും മാത്രം പറഞ്ഞു നടക്കുക, അത് നമ്മുടെ മീസാന് പരലോകത്തിൽ തൂക്കം വർദ്ധിക്കാൻ തടസ്സമായി മാറുന്നതായ മഹാപാപങ്ങളിൽ പെട്ടതാണ് എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഓതിയതായ ആയത്തിയുടെ സ്മരണീയമാണ്. حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. തെറ്റുകൾ ചെയ്ത വിഭാഗം, കുമ്പാരമായിട്ട് ഇഷ്ടാനുസരണം ദേഹേച്ഛയെ വഴിപ്പെട്ടുകൊണ്ട് പാപങ്ങൾ ഒരുമിച്ച് കൂട്ടി ചെയ്തു വെച്ചതായ വിഭാഗം, അങ്ങനെയുള്ള വിഭാഗം തെറ്റിദ്ധരിച്ചു പോയോ. അന്നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നമസ്കരിച്ച് നോമ്പ് പിടിച്ച് സകാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹ് കൽപ്പിച്ചതൊക്കെ കഴിവിന്റെ പരമാവധി ചെയ്തു കൂട്ടിയതായ സജ്ജനങ്ങളോട് തുല്യപ്പെടുത്തുമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരിക്കലും അല്ല. എല്ലാം കൂമ്പാരമായി ചെയ്തു കൂട്ടിയിട്ട് അവസാനം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ രക്ഷപ്പെടുമെന്ന വ്യാമോഹം വേണ്ട എന്ന് പറയും പോലെ അം ഹസിബല്ലദീന ജിതറഹു സയ്യിആത്ത്, തെറ്റുകൾ കൂമ്പാരമായി കൂട്ടിവെച്ച വിഭാഗം തെറ്റിദ്ധരിച്ചു പോയോ, അവരെ നാം മറ്റുള്ളവരോട്, അത് ആരോടാണ്? സാലിഹാത്തുകൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ചെയ്ത വിഭാഗത്തോട് തുല്യപ്പെടുത്തും, അവരെ പോലെയാക്കി മാറ്റുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? ഇല്ല, അള്ളാഹുവിന്റെ കോർട്ട് നീതിയുടെ കോർട്ടാണ്. അവിടെ ആര് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ളതായ പ്രതികാരം അള്ളാഹ് ഭൂമിയിൽ നിന്നിട്ട് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവിടുന്ന് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങളും ചെയ്യുകയും ചെയ്തവരെ പോലെയാണോ? സവാഅം മഹ്യാഹും വമമാതുഹും, അവരെ ജീവിച്ചതുപോലെയാണോ അവരുടെ മരണശേഷം? അവർ തുല്യരാണോ? ജീവിക്കുന്ന സമയത്ത് തോന്നിവാസം ചെയ്ത എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത ആഗ്രഹങ്ങളൊക്കെ, ശരീരം പറയുന്ന ദേഹേച്ഛ പറയുന്ന ആഗ്രഹങ്ങൾക്കൊക്കെ മറുപടി നൽകി ഇവിടെ സുഖലോലുപരായിട്ട് ജീവിച്ചു വന്ന ആ മനുഷ്യൻ, ആ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയ നമസ്കരിച്ചു കൂട്ടിയ രാത്രി ഹയാത്താക്കിയ നോമ്പ് പിടിച്ചു കൂട്ടിയ അള്ളാഹുവിന്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിച്ച ആ വ്യക്തിയോട്
തുല്യപ്പെടുത്തുമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരിക്കലുമല്ല. അവന്റെ ജീവിതം വടക്കാണെങ്കിൽ അവന്റെ മരണാനന്തര ജീവിതവും വടക്ക് തന്നെയാണ്. അവന്റെ ജീവിതം നല്ലതാണെങ്കിൽ അവന്റെ മരണാനന്തര ജീവിതവും നല്ലതാണ് എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമുക്ക് പാഠം പഠിപ്പിക്കുന്നത്. ഇത് സയ്യിആത്തുകൾ പറയുമ്പോൾ, സയ്യിആത്തിന്റെ അഥവാ ദോഷകരമായ കാര്യങ്ങൾ പറയുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ന് മദീനയിൽ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ ഓതിയതായ ആ മസ്ജിദുൻ നബവിയിൽ അവരോധിയതായ അതേ ഖുതുബ ഓതിയതായ ആ മിമ്പർ ഉണ്ടായ സ്ഥലത്തുള്ള മിമ്പറിന്റെ മീതെ വെച്ച് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം സംസാരിച്ചതായ വിഷയം, അതും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾ പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി ഇവിടെ മനക്കെട്ട പാടുപെട്ടതായ ഓരോ രംഗങ്ങളെ കുറിച്ചായിരുന്നു. വളരെ നീണ്ട ഖുതുബയാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം ആ വിഷയത്തിന്റെ അവകാശം ശരിക്ക് നൽകുന്ന രൂപത്തിൽ അദ്ദേഹം കൈയാളും. അത് ഖുതുബകളൊക്കെ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇദ്ദേഹം അതിൽ തുറിച്ചു കാണുന്ന ഒരു നല്ല ശൈലിയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്താറുള്ളത് ഖുതുബയിൽ. അദ്ദേഹത്തിന്റെ ഖുതുബയിൽ അദ്ദേഹം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് മിഅ്റാജിലേക്ക് പോയ സന്ദർഭത്തിൽ വാനലോകത്തിൽ വെച്ചിട്ട് തന്നെ നബിയുടെ ഉമ്മത്തുകളുടെ കാര്യത്തിൽ പ്രയാസപ്പെട്ട കാര്യം അവിടെ ഉണർത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വഖ്ത് നമസ്കാരമാണെന്ന് പറഞ്ഞപ്പോൾ അത് കുറഞ്ഞു കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടുപെട്ട പോവുകയും വരികയും മഹാനായ മൂസയുമായി ചർച്ച ചെയ്യുകയും അലൈഹിസ്സലാം ചെയ്തതിന്റെ ശേഷം നമുക്കറിയാവുന്നതുപോലെ സഹീഹായ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ടതുപോലെ 50നെ 5 അവസാനം അത് ഷോർട്ടാക്കി മാറ്റാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടുപെട്ടതും പരിശ്രമിച്ചതും എന്തിന്റെ പേരിലായിരുന്നു? അത് ഉമ്മത്തുകൾ പ്രയാസപ്പെട്ടു പോകാൻ പാടില്ല എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ പലപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് ഉമ്മത്തുകൾ ഇങ്ങനെ കൂടുതൽ എന്നെ പോലെ എന്റെ ബാക്കിൽ നിന്നിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് അവസാനം ഫർളായി പോയാൽ ഉമ്മത്തുകൾക്ക് ഭാരമായി പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് റമദാൻ മാസത്തിൽ ഒരു അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 രാത്രികളിൽ ഖിയാമുൽ ലൈൽ നടത്തിയതിന് ശേഷം കൂട്ടമായി ജനങ്ങൾ ഒരുമിച്ച് കൂടിയത് കണ്ടപ്പോൾ റസൂലുള്ളാഹി പിന്നെ പുറത്തിറങ്ങിയില്ല എന്ന ബുഖാരിയിലും മുസ്ലിമിലും മറ്റുമുള്ളതായ ഹദീസ് വളരെ പ്രശസ്ത ഹദീസുകളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം വേണ്ടാന്ന് വെച്ചതല്ല, പക്ഷെ ജമാഅത്തോട് കൂടി ആ സഹാബാക്കളോട് കൂടി നമസ്കരിച്ച നമസ്കാരം ആ രൂപത്തിൽ തുടരുമ്പോൾ അത് നിർബന്ധമായി പോ റസൂൽ ഗൈബ് അറിയില്ലല്ലോ. അപ്പോൾ നിർബന്ധമായി പോയാൽ 5 വഖ്ത് തന്നെ നിസ്കരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ആൾക്കാർ പ്രയാസത്തിലാണ്. എന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള രാത്രി നമസ്കാരവും ഫർളായി കഴിഞ്ഞാൽ അപകടമല്ലേ? അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട് കൽപ്പന വന്നു കഴിഞ്ഞാൽ ചെയ്യൽ നിർബന്ധമായി മാറും, ചെയ്തിട്ടില്ലെങ്കിലോ കുറ്റക്കാരായി മാറും. ഇത് പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പിന്നെ പുറത്തിറങ്ങിയില്ല എന്നതാണ്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിലും രാത്രി നമസ്കാരങ്ങൾ ഒറ്റക്കൊറ്റക്കായി നടന്നു എന്നതല്ലാതെ മസ്ജിദുൻ നബവിയിൽ കൂട്ടമായിട്ട് ജമാഅത്തായിട്ട് നടന്നിരുന്നില്ല. പിന്നെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇപ്പോൾ ആ പേടിയില്ലല്ലോ, വഹി ഇറങ്ങുമെന്ന പേടിയില്ലല്ലോ, അതുകൊണ്ട് റസൂലുള്ളാഹി തുടങ്ങി വെച്ച അതേ സുന്നത്തിനെ ജമാഅത്തായിട്ട് തുടങ്ങി വെച്ച രാത്രി നമസ്കാരമാകുന്ന നമ്മുടെ ഭാഷയിൽ തറാവീഹ് നമസ്കാരമെന്ന ആ നമസ്കാരത്തെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിനെ വീണ്ടും ഹയാത്താക്കുകയും അത് ഉബയ്യിന്റെ നേതൃത്വത്തിൽ റളിയല്ലാഹു തആല അൻഹുമ മഹാനായ ഉമർ തുടങ്ങി വെക്കുകയും ചെയ്തതായ വാർത്ത നമുക്കറിയാവുന്നതാണ്. അതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് 4-ാം ദിവസം പുറത്തിറങ്ങിയില്ല? സഹാബാക്കളുടെ ആ പരിശ്രമവും ആ ആവേശവും കണ്ടപ്പോൾ ഇത് നിർബന്ധമായി പോകേണ്ട ഉമ്മത്തുകളോടുള്ള ആ കിർഫയാണ്, അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതിലേക്ക് പ്രേരിപ്പിച്ചത്. അതെ, റസൂലുള്ളാഹിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖുയ്യിറ ബൈന അംറൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് 2 കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിരിക്കലോ ഇത് ചെയ്യുക നിങ്ങൾ, അല്ലെങ്കിൽ അത് ചെയ്യുക നിങ്ങൾ, ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ അത് ദുനിയാവിന്റെ കാര്യമാവട്ടെ പരലോകത്തിന്റെ കാര്യമാവട്ടെ ഇല്ലഖ്താറ ഐസറഹുമാ, അതിൽ എളുപ്പമുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുക. കാരണം അതിൽ നിന്നിട്ട് മറ്റുള്ളവർ മാതൃക ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ ബുദ്ധിമുട്ടുള്ളത് ഒഴിവാക്കി എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യും. അത് ഇസ്മല്ലെങ്കിൽ എളുപ്പമുള്ള കാര്യം, ഇസ്മല്ലെങ്കിൽ ഇസ്മ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യമല്ലെങ്കിൽ, കാരണം തെറ്റായ കാര്യത്തിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വളരെ ദൂരം വിട്ടു നിൽക്കുന്നതായ മഹാവ്യക്തിത്വമാണല്ലോ. അതെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതുമുസ്ലിങ്ങൾ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കണം, മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കണം, അമുസ്ലിങ്ങൾ മുസ്ലിമായി കിട്ടണം, ശിർക്ക് ചെയ്യുന്നവര് ശിർക്ക് ഒഴിവാക്കിയിട്ട് തൗഹീദിലേക്ക് വരണം
ഈ നിർബന്ധം റസൂലുള്ളാഹിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലൻ യുമിനു ബിഹാദൽ ഹദീസി അസഫ, അവരുടെ ബാക്കിൽ നിങ്ങൾ ഒന്ന് മുസ്ലിമായി കിട്ടിയ തരക്കേടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അടികൊണ്ടാലും ഇടികൊണ്ടാലും കല്ലേറ് കൊണ്ടാലും പ്രയാസം സംഭവിച്ചാലും ശകാരം കൊണ്ടാലും അതൊക്കെ അനുഭവിച്ചുകൊണ്ട് കഷ്ടത അനുഭവിച്ചുകൊണ്ട് അവരെ നന്നായി കിട്ടണമെന്ന നിർബന്ധം അലച്ച അല്ലെങ്കിൽ അത്യാഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നത് നമുക്ക് കണ്ടു പരിചയമുള്ളതാണ് ചരിത്രത്തിലൂടെ. അങ്ങനെയുള്ളതായ ആ സംഭവത്തിലേക്ക് മദീന ഇമാം സൂചിപ്പിക്കുന്നു, ഫറളായ സകാത്തിന്റെ ഇനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന ആ പുതു മുസ്ലിങ്ങളായി വന്നവർക്കുള്ളതായ ആ തഗ്ലീഫ് അത് ചെയ്തു കൊടുക്കാനുള്ള, അവരെ ഇസ്ലാമിലേക്ക് പ്രേരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിൽ അവരെ അടിയുറച്ച് നിർത്താൻ സക്കാത്തിന്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കാൻ വേണ്ടി ഖുർആനിൽ കൽപ്പന വന്നത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ളതായ ആ കൽപ്പനയെ ആധാരമാക്കിയിട്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് ബദൽ മക്കയിൽ പോയി തായിഫ് യുദ്ധവും അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ധാരാളം ഗനീമത്ത് കിട്ടിയപ്പോൾ എന്താണ് ചെയ്തത്? സഫ്വാനെ പോലത്തെ, സഫ്വാൻ ഇബ്നു ഉമയ്യ പോലത്തതായ ധാരാളം പൊതു മുസ്ലിങ്ങളായി വന്നതായ സഹാബാക്കൾക്ക് ധാരാളമായിട്ട് 100 ഒട്ടകങ്ങൾ, 100 ആടുകൾ, അറ്റമില്ലാത്ത അതാകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്തിൽ നിന്നിട്ട് നൽകുകയുണ്ടായി. അവർ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയും അവര് അതിൽ വ്യതിചലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയും അവര് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ കെട്ടുന്നതിന് അഥവാ കഅബയെ ഇബ്രാഹിം അലൈഹിസ്സലാം കെട്ടിയതുപോലെ കെട്ടണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് റസൂൽ അത് ചെയ്തില്ല? ലൗലാ അന്ന ഖൗമി ഹദീഥു അഹദിൻ ബിൽ ജാഹിലിയ്യ ലബനൈതുൽ കഅബത അലാ ഖവാഇദി ഇബ്രാഹിം എന്ന് റസൂലുള്ളാഹി പറയുകയാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. എന്റെ സമൂഹം ജാഹിലിയത്തിനോട് അടുത്ത് വിടവാങ്ങിയതാണ്. അപ്പോൾ അവരുടെ ഫിത്ന ഇല്ലാതിരിക്കാൻ വേണ്ടി, വിപ്ലവം ഇല്ലാതിരിക്കാൻ വേണ്ടി, ഗ്രൂപ്പില്ലാതിരിക്കാൻ വേണ്ടി, ഗ്രൂപ്പിസം ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ അങ്ങനെ തന്നെ നിലനിർത്തി. റസൂലുള്ളാഹിയുടെ 35ാമത്തെ വയസ്സിൽ മക്ക കാഫിരീങ്ങൾ കെട്ടിയ രൂപത്തിലുള്ളതാണ് കഅബത്തിന്റെ കോലം. ആ കോലം തന്നെ നിലനിർത്തി എന്നല്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണ്ട് കെട്ടിയ കോലമാക്കി മാറ്റണം എന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പോലും അത് ചെയ്തില്ല. വിപ്ലവത്തെ അല്ലെങ്കിൽ ഭിന്നിപ്പിനെ പേടിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതെ, അത് ഇന്ന് മക്ക ഇമാം ഉണർത്തിയതായ ഭാഗമാണ്. റസൂലുള്ളാഹി പറയുന്നു, അഖ്വഫു മാ അഖാഫു അലൈക്കും, നിങ്ങൾക്ക് വന്നു പോയാൽ നിങ്ങൾ പെട്ടുപോകുമെന്ന മഹാഭയം എനിക്കുള്ളത് സീനത്തുദ് ദുനിയ, ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളാണ്. ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങൾ, നിങ്ങൾ സമ്പത്തുകൾ ഉണ്ടായി, ആ സമ്പത്തുകൾ നിങ്ങൾക്ക് വർദ്ധിച്ച് അവസാനം റസൂൽ പറഞ്ഞു, മൽ ഫഖ്റ അഖ്ഷ അലൈക്കും, നിങ്ങൾ ദാരിദ്ര്യന്മാരായി പോകുമോ എന്നതിൽ എനിക്ക് ഭയമില്ല. വലാകിൻ, പക്ഷേ അഖ്ഷ അൻ തുബസത ദുനിയ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് ധാരാളമായിട്ട് അതിലുള്ള നന്മകൾ, അതിലുള്ളതായ നിഅമത്തുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിന്റെ കവാടങ്ങൾ വർദ്ധിപ്പിച്ചു തരുകയും അവസാനം നിങ്ങൾ അതിനു വേണ്ടി മത്സരിച്ചത് കാരണത്താൽ പണ്ടുള്ളവര് മത്സരിച്ചതുപോലെ, എന്നിട്ടോ അവര് നശിച്ചു. എന്ത് കാരണത്താൽ? അവര് ഈ ഭൗതികമായ ആഡംബരങ്ങളിൽ മത്സരിച്ചത് കാരണത്താൽ അവര് നശിച്ചു. അങ്ങനെയുള്ള നശീകരണം നിങ്ങൾക്ക് സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്പത്തിലൂടെ വരുന്ന അപകടത്തെ കുറിച്ചാണ് എനിക്ക് ഭയം എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയുണ്ടായി. അതെ, റസൂൽ പറയുകയുണ്ടായ അവസരത്തിൽ തുറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദ, ഈ അപകടങ്ങൾ, ഫിതനുകൾ, പരീക്ഷണങ്ങൾ ഹൃദയത്തിലേക്ക് പായ നാം നെയ്തുണ്ടാക്കുന്ന സന്ദർഭം പോലെ ഓരോ ലൈനായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ തെറ്റുകൾ നാം പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഹൃദയം കറുത്തുരുണ്ട ഒരു പലകയായി മാറുകയും ചെയ്യും. അങ്ങനെയുള്ള അപകടത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്ന അപകടത്തിലേക്ക് നമുക്ക് വാണിംഗ് നൽകുന്നു. അതെ, അത് കാരണത്താൽ ഷഹ്വാത്ത് വർദ്ധിക്കാൻ കാരണമായി തീരുന്നു. അപ്പോൾ ഷഹ്വത്തുകളോടുള്ളതായ ദേഹേച്ഛയ്ക്കുള്ള അടിമയായി മാറാതെ അത്തരം അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടിയുള്ളതായ ആ ഉപദേശമാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അപ്പോൾ നാം അപകടത്തിൽ പെട്ടുപോകരുത്. എന്റെ ഉമ്മത്തുകൾ എന്നത്, ഉമ്മത്തുകളെ കുറിച്ച് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ടെൻഷനാണ്. എന്റെ ഉമ്മത്തുകൾക്ക് എന്ത് സംഭവിക്കും? അവർ ഈ അപകടത്തിൽ പെട്ടുപോകുമോ? അവർ ഇന്ന ഫിത്നയിൽ പെട്ടുപോകുമോ? അവർ ഭിന്നിച്ചു പോകുമോ? അവർ പ്രയാസപ്പെട്ടു പോകുമോ? ഇതൊക്കെ ചിന്തിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വിശാലമായ അനുഗ്രഹീത ചിന്ത കൊണ്ട് അള്ളാഹു നൽകിയതായ വമാ അർസൽനാക ഇല്ലാ
റഹ്മത്തൽ ലിൽ ആലമീൻ, ജനങ്ങൾക്ക്, സൃഷ്ടികൾക്ക്, ആലമീങ്ങൾക്ക് അനുഗ്രഹീത വ്യക്തിത്വമായിട്ടാണ് നിങ്ങളെ ഞാൻ നിയോഗിച്ചത് എന്ന ആ വാക്ക് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നാം തുറിച്ചു കാണുന്ന ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുകയാണ്, നാം ഇവിടെ എപ്പോഴും ഫിതനുകളെ തൊട്ട് രക്ഷപ്പെടാനുള്ളതായ കാവലിനെ ചോദിക്കാനുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, നമ്മളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി എന്ന് നാം നിസ്കരിക്കുമ്പോൾ അത്തഹിയ്യാത്തുൽ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫിത്നകൾ, മരണ സന്ദർഭത്തിൽ ഉണ്ടാകുന്നതായ പരീക്ഷണങ്ങൾ, അതിൽ നിന്നൊക്കെ ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ സ്വയം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തു. എന്താണ് നമ്മളോടുള്ളതായ കനിവ്, നമ്മളോടുള്ളതായ മഹബത്ത്, നമ്മളോടുള്ളതായ കർഫ, നമ്മളിൽ നിന്നിട്ട് അങ്ങനെയുള്ള അപകടം വന്നു പോകാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറയുന്നു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ ആരാണ്? അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. പണ്ഡിതന്മാര് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ അഖ്വഫ മാ അഖാഫു അലൈക്കും അൽ അയിമ്മത്തുൽ മുദില്ലൂൻ, ഈ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നതായ പൈശാചിക ശല്യത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നിട്ട് ജനങ്ങളെ ദൂരീകരിപ്പിക്കുന്നതായ വിഭാഗമുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ. അങ്ങനെയുള്ള ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നതായ പണ്ഡിതന്മാർ, അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അപകടത്തിൽ നിന്നിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വാണിംഗ് നൽകുന്നു, നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവരുടെ ചതിയിൽ പെട്ടുപോകരുത്. അവര് ഞങ്ങൾ ബഹുഭൂരിപക്ഷമല്ലേ, ഞങ്ങൾക്കല്ലേ സ്റ്റേജുകൾ, ഞങ്ങൾക്കല്ലേ കൈയടി കിട്ടുന്നത്, അതുകൊണ്ട് ബഹുഭൂരിപക്ഷമാകുന്ന ഞങ്ങളുടെ ബേക്കിൽ നിങ്ങൾ കൂടിക്കോളി എന്നല്ലാതെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ബേക്കിൽ അണിനിരന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അപ്പോൾ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന വിഭാഗത്തിന് ഒരു പ്രത്യേക അഡ്രസ് നൽകിയിട്ട് ജനങ്ങളെ വെറുപ്പിച്ചിട്ട് സത്യം കേൾക്കാതിരിക്കാൻ വേണ്ടി പാടുപെടുകയും എന്നിട്ട് ജഹന്നമിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ജഹന്നമിലേക്ക് ക്ഷണിക്കുന്ന വിഭാഗമായി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന, അള്ളാഹുവിന് നൽകുന്നതായ ആരാധനകൾ ആ അള്ളാഹുവിന് മാത്രം നൽകേണ്ടതായ ആ അവകാശം നൽകുന്നത് ഷിട്ടികൾക്കാക്കി മാറ്റാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സ്റ്റേജുകൾ, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ആ ലേഖനങ്ങൾ, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ, അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നടത്തുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുദല്ലീങ്ങളായ, ജനങ്ങളെ വഴി പഴപ്പിക്കുന്നവരായ ഇമാമുകൾ, നേതൃത്വങ്ങൾ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. അതുപോലെ തന്നെ ദുനിയാവിൽ വെച്ചിട്ട് നമുക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർബന്ധമുണ്ടായതുപോലെ ഫിത്നയിൽ നാം പെട്ടുപോകാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർബന്ധമുണ്ടായതുപോലെ ഉഖൂബത്തുൽ ആഖിറ, പരലോകത്തിൽ വരാൻ പോകുന്ന ശിക്ഷയിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ ആ പോൺവഴി ഇവിടെ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പല രൂപത്തിൽ പറഞ്ഞു തരുകയും അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്തതായ പല രംഗങ്ങൾ നമുക്ക് കാണാം റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ. അതിൽ നിന്നിട്ട് ചിലത് ഇന്ന് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം ചർച്ചക്കെടുത്ത സന്ദർഭത്തിൽ റബ്ബി ഇന്നഹുന്ന അദ്ലൽന കതീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം എന്ന ആയത്ത് ഓതിയും കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഈ ബിംബാരാധകന്മാർ അവരുടെ ബിംബങ്ങളിലൂടെ, ആ ബിംബങ്ങളെ പൂജിക്കലിലൂടെ അവരെ ആ ബിംബങ്ങൾ വഴിപഴപ്പിച്ചു കളഞ്ഞു. ജനങ്ങൾ എന്നിട്ട് ധാരാളം പേരെ വഴിപഴപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും അവരുടെ ബേക്കിലാണ് നടന്നവർ, അപകടത്തിൽപ്പെട്ടവർ, അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. ഫഇന്നക ഗഫൂറുർ റഹീം, നീ ഗഫൂറാണ്, റഹീമാണ് എന്നതായ പദപ്രയോഗം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എന്നെ പിന്തുടരുന്നതായ വിഭാഗം അവർ രക്ഷപ്പെട്ടു, അഥവാ ഇബ്രാഹിം നബിയെ, അഥവാ എന്നെ പിന്തുടർന്നിട്ടില്ലെങ്കിലും നീ ഗഫൂറല്ലേ, നീ റഹീമല്ലേ എന്ന പദം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപയോഗിച്ചതായ ആ ആയത്തിന് ഓതിയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടു. എന്നിട്ട് ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളുടെ പ്രശ്നം എന്തായിരിക്കും, എന്റെ ഉമ്മത്തുകളുടെ കാര്യം എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ട രംഗവും ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ നാം പലപ്പോഴും കേൾക്കാറുണ്ട്. മഹാനായ ഈസ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവരപ്പെടുന്ന രംഗം. എന്നിട്ട് ഈസ നബി അലൈഹി ഇസ്ലാമിനോട് എന്ന ചോദ്യം ചോദിക്കുന്ന രംഗം. നിങ്ങൾ ലോക ക്രിസ്ത്യാനികളോട് നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, നിങ്ങളെ ആരാധിക്കാൻ, നിങ്ങൾക്ക് നേർച്ചയാക്കാൻ, നിങ്ങളെ ദൈവമാക്കി മാറ്റാൻ, നിങ്ങളുടെ ഉമ്മയെ അതുപോലെ തന്നെ ദൈവമാക്കി മാറ്റാൻ നിങ്ങൾ ജനങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഈസ നബി അലൈഹി ഇസ്ലാം അതിന് മറുപടി നൽകുകയും എന്നിട്ട് അവസാനം നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ റബ്ബേ, നിന്റെ
നിന്റെ ഇഷ്ടം, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ഇഷ്ടം, നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ മാന്യനല്ലേ, നീ ഹക്കീമല്ലേ. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം എന്നാണ് ആയത്ത്. ഈ ആയത്ത് ഒരു രാത്രിയിൽ മുഴുവനും നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദ് നബവിയുടെ തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ ആ ആയത്ത് മാത്രം ഓതിയിട്ട് റസൂലുള്ള പൊട്ടി പൊട്ടി കരഞ്ഞ രംഗം നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്തിനാണ് നിങ്ങൾ കരയുന്നത്, പ്രയാസപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞ മറുപടി എന്തായിരുന്നു? എന്റെ ഉമ്മത്തുകളെ കുറിച്ച്, എന്റെ ഉമ്മത്തുകൾക്ക് പരലോകത്തിൽ എന്ത് സംഭവിക്കും എന്ന കാര്യം വിചാരിച്ചിട്ട് ഞാൻ കരയുകയാണ്. മഹാനായ ഈസ കണ്ടില്ലേ, അവിടെ വെച്ചിട്ട് ആ ലോക ക്രിസ്ത്യാനികൾക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ മാന്യനല്ലേ എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്റെ ഉമ്മത്തുകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രീതിപ്പെടുന്ന രൂപത്തിൽ ഉമ്മത്തുകൾക്ക് വേണ്ടി അവർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളതായ അധികാരം നിങ്ങൾക്ക് നൽകുമെന്നതായ സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാൻ വേണ്ടി കൽപ്പിച്ച രംഗം ഇവിടെ സ്മരണീയമാണ്. അതും ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അങ്ങനെയുള്ള രംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതായ ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. അതെന്താണ്? മൻ മാത വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദാ ദഖലന്നാർ. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുകയും എന്നിട്ട് അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ള ശക്തികളെ തുല്യപ്പെടുത്തുകയും ചെയ്ത് മരിക്കുകയും ചെയ്യുന്ന ആ ദയനീയ അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ദഖലന്നാർ, അവൻ നരകപ്പുള്ളിയായി മാറുന്നതാണ്. നേരെ മറിച്ചാണെങ്കിൽ ദഖലൽ ജന്ന, അഥവാ ഒരു മനുഷ്യൻ മൻമാത വഹുവ ലാ യദ്ഉ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അള്ളാഹുവിനെ അല്ലാതെ അവൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല അവന്റെ ജീവിതത്തിൽ, അങ്ങനെയാണ് ജീവിച്ചതെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്ന സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇവിടെ സ്മരണീയമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ ഈ തൗഹീദ് വേണം. ഇത് ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തിൽ ഒരു സിറാത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊരു അത്ഭുത മീസാൻ പോലത്തെ മറ്റൊരു അത്ഭുത സാധനമാണ്. ആ സിറാത്തിന്റെ മീതെ എല്ലാവരും വിട്ടുകിടക്കണം. അത് ജഹന്നമിന്റെ മീതിയാണ് ആ സിറാത്തിന് നാട്ടപ്പെടുക. ആ സിറാത്തിന്റെ മീതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട്, സൈഡിൽ നിന്നുകൊണ്ട് റബ്ബി സല്ലിം സല്ലിം റബ്ബി സല്ലിം സല്ലിം എന്ന് ഉമ്മത്തുകൾക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുത്തണം എന്റെ ഉമ്മത്തികളെ, രക്ഷപ്പെടുത്തണം എന്റെ ഉമ്മത്തികളെ എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വരാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി വിവരം നൽകുകയാണ്. ഇതൊക്കെ റസൂലുള്ളാഹി എത്രമാത്രം നമുക്ക് വരുന്നതായ അപകടത്തിൽ നിന്നിട്ട് ദുനിയാവിൽ നമ്മെ മോചിപ്പിക്കണം എന്നതുപോലെ പരലോകത്തിൽ മോചിപ്പിക്കണമെന്ന നിർബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായി എന്നത് പഠിപ്പിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് മദീന ഇമാം പറഞ്ഞതുപോലെ പരസ്യമായതാവട്ടെ അവ്യക്തമായതാവട്ടെ തെറ്റുകൾ കഴിവിന്റെ പരമാവധി ഒഴിവാവുക. അങ്ങനെ ഒഴിവാവുകയും എന്നിട്ട് റസൂലുള്ള പറഞ്ഞതുപോലെ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്റെ കാലഘട്ടത്തിന് ശേഷം ധാരാളം ഫിത്നകളും ധാരാളം ബിദ്അത്തുകളും ഇവിടെ വ്യാപകമാകും. പുതിയ പുതിയ ആദർശവും ആശയവുമായിട്ട് ജനങ്ങൾ വരും. അങ്ങനെയുള്ള വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅല്ലു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ എന്ന ആ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് ഇവിടെ സ്മരണീയമാണ്. മദീന ഇമാം തുടർന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഇത് അവസാനമായി അദ്ദേഹം സൂചിപ്പിച്ചതായ ആയത്ത് കൂടിയാണ്. അപ്പോൾ നാം നേരത്തെ ഓതിയതായ ആ ഹദീസിൽ നിന്നിട്ട് നാം പഠിച്ച പാഠം, എന്തെങ്കിലും അപകടത്തിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള മാനദണ്ഡം എന്താണെന്ന് റസൂൽ പഠിപ്പിക്കുന്നു ഉമ്മത്തുകൾക്ക്. അതെന്താണ്? ഇത്തിബാഉർ റസൂൽ, അതുപോലെ തന്നെ ഇത്തിബാഉ സഹാബ, സഹാബാക്കളെ പിൻപറ്റുക. ആരാണ് സഹാബകൾ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബേക്കിൽ ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഖലീഫമാരായിട്ട് നമ്മുടെ മുമ്പിൽ പ്രവർത്തിച്ച, കഷ്ടപ്പെട്ട, പ്രയാസപ്പെട്ട, ദഅവത്ത് നടത്തിയ, ഖിലാഫത്തിന് നേതൃത്വം വെച്ച അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി പോലത്തതായ നേതൃത്വങ്ങളാണ്. അവരുടെ ബേക്കിൽ അള്ളു അലൈഹാ ബിന്നവാജിസ്, നിങ്ങൾ അടപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. എന്തിനു വേണ്ടിയാണ്? രക്ഷപ്പെടാൻ വേണ്ടി. എന്തിൽ നിന്നിട്ട്? ബിദ്അത്തുകളിൽ നിന്നിട്ടും അപകടത്തിൽ നിന്നിട്ടും മോചിക്കാൻ വേണ്ടി. അള്ളാഹു പറയുന്നു. ഈ ആയത്തോടു കൂടി നമുക്ക് സമാപിക്കാം. അല്ലദീന ആമനൂ, സത്യവിശ്വാസികളാവുകയും വലം യൽബിസു ഈമാനഹും ബിദുൽം, ആ സത്യവിശ്വാസത്തിന്റെ കൂടെ എന്ത് ചെയ്യരുത്?
ളുൽമിനെ കലർത്തരുത്, അഥവാ ശിർക്ക് ചെയ്യരുത്. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് സുരക്ഷിതത്വം, അവരാണ് സന്മാർഗികൾ. അള്ളാഹു നാം ഇതുവരെ പറഞ്ഞതിനെ നമ്മിൽ നിന്നിട്ട് സൽക്രമമായി സ്വീകരിക്കട്ടെ. അതിൽ നിന്നിട്ട് വല്ല തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഫി ചെയ്ത് തരുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. നമ്മളോട് കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുത്തട്ടെ, ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ, രോഗങ്ങൾ മാറ്റട്ടെ. അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദ അൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅറാദ ബിലാദൽ ഹറമൈൻ വഅറാദ ഖാദത വഹുക്കാമ വഉലമാ ബിലാദൽ ഹറമൈൻ സൂഅൻ അല്ലാഹുമ്മ ഫഅശ്ഗിൽഹു ഫീ നഫ്സി വജഅൽ തദ്ബീറഹു യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.